ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയുന്നത്, അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, എന്ത് മെസ്സേജാണ് അവർ നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. സ്റ്റാഗാണ്, ട്രസ്റ്റ് ആൻഡ് ട്രൈവ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനങ്ങോട്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു കാര്യം സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുവെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സഫലീകരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മുന്നോട്ട് തന്നെ പൊക്കോണ്ടേയിരിക്കുക, അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്നാണ് ആദ്യം തന്നെ കിട്ടിയത്. എൽഡറാണ്, മൂവ് ബിയോണ്ട് ആൻസിസ്റ്റർ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു പാറ്റേണിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെയേ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർ ഇതാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് മാത്രമേ ജീവിക്കൂ, അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമായിരുന്നു ഈ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഇപ്പം മൺമറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അവർ, മരിച്ചുപോയ അച്ഛനെയും അമ്മേരെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചില സ്ഥലങ്ങളിൽ വീട് വെച്ച് അവിടെ മാത്രം താമസിക്കുമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം ഹോമിക്കുന്നത് അത്ര നല്ലതല്ല. അത് എപ്പോഴും ചിന്തിക്കുക. പക്ഷെ നമ്മുടെ ജോലി സൗകര്യത്തിനും നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പല ആൾക്കാർക്ക് അത് നമ്മളുടെ പിതൃക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ മരിച്ചുപോയ ആൾക്കാർക്ക് ഒക്കെ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ജീവിക്കും. അവിടെ നിന്ന് മാറിപ്പോകാൻ പറ്റാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ള ഒരു പാറ്റേൺ, അത് നമ്മളുടെ പൂർവികർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അപ്പം ഇങ്ങനെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അതിന് മുകളിലൂടെ നിങ്ങളൊന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ആ പാറ്റേണിന് മുകളിലൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അത് മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസം ഹനിച്ചുകൊണ്ടല്ല, പക്ഷേ നമ്മളെ കൂടുതൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് ഒന്ന്, ഇത് നിങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സ് തന്നെയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് ബ്രേക്ക് ചെയ്യുമ്പോൾ അവർക്ക് വിഷമമാവും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിഷമമല്ല എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണോ നല്ലതായിരിക്കുന്നത്, നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുന്നത്, അത് തന്നെയാണ് അവർക്ക് സന്തോഷം. ഇതിൽ സ്റ്റാർ ഗേസറാണ്. നിങ്ങളുടെ ഗോള് ശരിക്കും ഏറ്റവും ഉയരത്തിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളുടെ പലപ്പോഴും നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ ദൃഷ്ടിക്ക് നേരെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുക. അത്രയധികം ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളത് സ്പിരിച്വലി ആകട്ടെ, അല്ലെങ്കിൽ നമ്മളല്ലാത്ത നമ്മളുടെ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലാകട്ടെ, നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് വരും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇത്രേ പറ്റുള്ളൂ, നമ്മൾ ഒരിക്കലും ശരിക്കും നമ്മൾ ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയേ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹെർമിറ്റാണ്, റിട്രീറ്റ് ആൻഡ് റീചാർജ്. അപ്പം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന്
ഒന്ന് കുറച്ച് സമയം നിങ്ങളൊന്ന് കാമായിട്ടിരുന്ന് നിങ്ങളൊന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾ ശക്തി സംഭരിക്കേണ്ട ആവശ്യമുണ്ട്, എനർജി സംഭരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ തേർഡ് ഐയൊക്കെ ഓപ്പൺ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അത്രയും ഇൻസൈറ്റ് ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്കത് കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ പിതൃക്കളുടെ ശരിക്കും ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി ലെവലിലേക്ക് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എനർജി സ്വീകരിക്കാൻ പറ്റില്ല, അവരുടെ ബ്ലെസ്സിങ് സ്വീകരിക്കാൻ പറ്റില്ല, അവരുടെ ഗൈഡൻസും സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒന്ന് റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക. സ്പ്രിംഗ് ആണ്. നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ പാകിയിട്ടുള്ളത് അത് മുളയ്ക്കാൻ തുടങ്ങി, അത് വലുതാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ എന്ത് കാര്യത്തിലാണോ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇപ്പം മുളയ്ക്കാനുള്ള സമയമാണ്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പാകിയിരിക്കുന്ന വിത്തുകൾ മുളയ്ക്കുന്ന സമയമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ്. അത് എന്ത് തന്നെയായാലും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനുള്ളൊരു സമയമാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം അത് ആക്റ്റീവ് ആകാൻ തുടങ്ങി. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഒരു തരത്തിലുള്ള ഒരു ആക്ഷനും വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം അത് ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. വിന്ററാണ്. നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ആവശ്യങ്ങൾ ശരിക്കും ചെയ്തു തരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് ആദ്യം അതിന് പ്രിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ശ്രദ്ധിക്കാതെ, നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, നമുക്ക് എന്താ ആവശ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാതെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പിറകെയാണ്. കാരണം നമ്മൾ പ്രിയപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ മറക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം, മാറ്റി വെക്കരുത്. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. കാരണം മറ്റുള്ളവർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ മാറ്റി വയ്ക്കും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ഫയർ ഗാർഡിയനാണ്. നിങ്ങളുടെ പാഷൻ, അത് എന്താണോ ആ പാഷൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്ര നിങ്ങൾ ഈ ഒരു സമയം ആരംഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം, കാരണം എന്ത് ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. ഈ ഒരു സമയം നിങ്ങളുടെ ഏഞ്ചൽസ് എല്ലാം ആ ഒരു യാത്രയ്ക്ക് സപ്പോർട്ടാണ്. അത് നിങ്ങൾ ചിലപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ച് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഡ്രീം ആൻഡ് ജേണിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നവും യാത്രയുമാണ്. അപ്പം നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു യാത്രയിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.